എല്ലാവർക്കും നമസ്കാരം. ബഷീർ ഡോക്ടറുടെ ഈ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ ഈ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കുറേ എനിക്ക് തോന്നുന്നു ഏകദേശം 2-2.5 വർഷങ്ങൾ മുമ്പ് എൻ്റെ ക്യാൻസർ കഥ പറയുമ്പോൾ എന്ന ബുക്ക് പ്രകാശനത്തിലേക്ക് നീങ്ങുന്ന ആ ഒരു അവസരത്തിൽ ഞാനും ബഷീർ ഡോക്ടറും കൂടി ഒരു യാത്ര നടത്താനിടയായി. അപ്പോൾ ആ സമയത്ത് ബുക്കിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുകയും എൻ്റെ ബുക്കിൻ്റെ പ്രകാശനം ഇങ്ങനെ നടക്കാൻ പോവാണ് എന്നുള്ള ആ ഒരു സമയത്തായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇതൊന്ന് അതിൻ്റെ ഒരു DTV പ്രിൻ്റ് അപ്പം തന്നെ എനിക്ക് കാണിച്ചു തരികയുണ്ടായി. അപ്പോൾ അത് ഞാനതിങ്ങനെ എടുത്തിട്ട് യാത്രയിൽ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളുണ്ട്. അപ്പോൾ അതിലിങ്ങനെ മറച്ചു നോക്കിയപ്പോഴാണ് അത് കടുകട്ടി. അപ്പം മേയർ പറഞ്ഞ മാതിരി അത് വായിക്കുക തീർത്തും അസാധ്യം. ഭയങ്കര വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്തുമെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നിയത് അത് വായിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് അന്നെനിക്ക് അത്ര പരിചയമില്ലായിരുന്നു. ഡോക്ടർ അത്ര ഞങ്ങളുടെ ഇതിലേക്ക് ജസ്റ്റ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് പലപ്പോഴായി നമ്മൾ അടുത്തു. നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മനസ്സിലാക്കാൻ അടുത്തുനിന്ന് സമയം കിട്ടി, സന്ദർഭം കിട്ടി. അതിനുശേഷം നവംബർ മാസത്തിൽ അദ്ദേഹം ബുക്ക് വലിയ തോതിൽ ഷാർജ ബുക്ക് പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യുകയൊക്കെ ചെയ്തു വരുന്നു. അപ്പോഴാണ് അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി വിവരങ്ങൾ അറിഞ്ഞത്. പിന്നെ ഈ ഒരു അവസരം വന്നപ്പോൾ ഇത് വായിച്ചേ മതിയാവൂ എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തി. എന്നിരുന്നാലും മുഴുവനായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല, അത് വാസ്തവം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ ആ ഒരു ബോറൻ ബുക്കായിട്ടല്ല എനിക്ക് രണ്ടാമത് അത് മറിക്കുമ്പോൾ തോന്നിയത്. വളരെയധികം കണ്ടിന്യൂറ്റി ഉള്ള, വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു നോവൽ വായിക്കുന്ന മാതിരി എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും നമുക്കത് വായിച്ചു പോകാൻ നമുക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് എഴുതാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു പക്ഷേ ഈ പുസ്തകം ഞാൻ അന്ന് ഈ ബുക്ക് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ആരെങ്കിലും വായിക്കുമോ? അപ്പം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഞാൻ നമ്മുടെ ആ ബുക്കിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് പല കാര്യങ്ങൾ കൊണ്ടും അത് ആളുകളിൽ വേണ്ടത്ര എത്തിയില്ലെങ്കിലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വായിക്കുന്ന ആൾക്കാർക്ക് അത് വായിച്ചോളും, അത് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ വായിക്കാതിരിക്കില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഈ പ്രത്യേകിച്ചിട്ടും അത് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഒരു കമേഴ്ഷ്യൽ ഇതിൻ്റെ അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകളെന്ന് പ്രത്യേകം എനിക്ക് തോന്നി. ബുക്കിലേക്ക് തിരിച്ചു വരുമ്പോഴും നമുക്ക് അദ്ദേഹം പല ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം പല ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യം തന്നെ അങ്ങനത്തെ ഒരു സംവാദമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാരഡോക്സ് ആണ് പുള്ളി അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് ആദ്യം ഉണ്ടായത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെ, നമ്മളും പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഇത്രത്തോളം ഗഹനമായി ചിന്തിക്കുകയും അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഇത് കൊണ്ടുവരികയും ചെയ്ത് അത് വലിയ നമ്മൾ അത്രയധികം ചിന്തിച്ചില്ലല്ലോ തോന്നും. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു അന്വേഷണമാണ്. ഇപ്പം നേരത്തെ സംസാരിച്ചവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രപഞ്ചം ഉണ്ടാകാതെ മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിനെ പറ്റി അദ്ദേഹം അവിടെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ശരിയായ ഫിസിക്സാണ്. ഫിസിക്സിലെ ന്യൂട്ടൻ്റെയും ഐൻസ്റ്റീൻ്റെയും ഒക്കെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ മാസ് തിയറിയും ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം പറഞ്ഞതുപോലെ ഈ പല മതവിഭാഗങ്ങളും ഈ മനുഷ്യന്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് പ്രതിപാദിക്കണ്ടായി. അപ്പൊ പലരും അപ്പൊ അതിൻ്റെയൊക്കെ ലോജിക്ക് നമ്മൾ ആലോചിക്കാറില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ പലപ്പോഴും അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാര്യമാണ്.
അപ്പൊ അത് നോക്കുകയാണെങ്കിൽ അത് പല സൂഡോ സയൻസ് പറയുന്ന ആൾക്കാരും ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പറഞ്ഞ മാതിരി ദശാവതാരത്തില് കൂർമ്മം, വരാഹം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ പരിണാമ സിദ്ധാന്തവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അതിൽ ഒരു സ്റ്റേജിൽ അപ്പുറത്തേക്ക് പരിണാമത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അതിനെ പറ്റിയിട്ട് ഗഹനമായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ഒരു ബേസ് നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലത്തെ ഒരു കാര്യമാണ് ഇപ്പം മേയർ ഇപ്പം പറഞ്ഞിട്ടുള്ള മനുഷ്യൻ ആദം സൃഷ്ടിച്ചെങ്കിലും പിന്നീട് ഉള്ള മാറ്റം, അതിലെ ആ വ്യത്യാസങ്ങളും ഒക്കെ നമുക്ക് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടെ. ഇപ്പൊ അദ്ദേഹം പറയുന്ന ഈ പരിണാമ സിദ്ധാന്തത്തിലെ ഒരു ഒറ്റ കോശത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ജീവജാലങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അത് അചേതനമായ വസ്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ അചേതനമായ കാര്യങ്ങളിൽ നിന്ന് ഈ നമ്മുടെ ന്യൂക്ലിക് ആസിഡും മറ്റുള്ള കാര്യങ്ങൾ DNA ഒക്കെ ഉണ്ടായി വന്നിട്ട് അത് ഒരു കോശമായി മാറുകയും ആ ഒറ്റ കോശത്തിൽ നിന്ന് പിന്നീട് പല കോശങ്ങളായി മാറി ഈ പറഞ്ഞ ജീവൻ വരുന്നു, ജീവൻ രൂപം കൊള്ളുന്നു. ഒരു ജീവിയിൽ നിന്ന് തന്നെ മറ്റു പല ജീവികൾ ഉണ്ടായി എന്നുള്ള പരിണാമ സിദ്ധാന്തത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിണാമ പാതയിൽ നമ്മളെല്ലാം നമ്മുടെ മനസ്സിൽ ഉറച്ച് വന്നിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ തൊട്ട് പിന്നിലുള്ള പൂർവികരായിട്ട് നമ്മൾ കരുതപ്പെടുന്നത് കുരങ്ങൻ തൊട്ടിട്ട് താഴെ വരെയുള്ള ഒരു പരിണാമ പാത നമുക്കെല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്മളെല്ലാം പഠിക്കുന്ന ഡാർവിൻ്റെ തിയറിയിൽ ഒരു പരിണാമ പാതയുണ്ട്, ഇങ്ങനെ ഒരു കയറി പോയി അവസാനം മനുഷ്യരാവുന്നത്. പക്ഷെ അതിനെ സമർത്ഥിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ട്. അതായത് ഓരോ ഘട്ടങ്ങളിൽ ധാരാളം മനുഷ്യജീവികൾ ധാരാളം ജീവികൾ ഉണ്ടാകുമ്പോഴും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് എപ്പോഴും ഏറ്റവും വലിയ തിയറിയായി പറയുന്നത്. അപ്പം ഈ സർവൈവൽ എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്നത് പലപ്പോഴും സാഹചര്യങ്ങളുടെയും പരിസ്ഥിതിയുടെയും ഒക്കെ ഇൻഫ്ലുവൻസിൽ ഏറ്റവും നല്ല ഘടകങ്ങളുള്ള ജീവികൾ മാത്രമേ ജീവിച്ചു വരുള്ളൂ. പിന്നെ അതിൽ തന്നെ ഈ പരിണാമം സംഭവിച്ചിട്ട് വരുമ്പോൾ ഒരു 1 point ഓഫ് ടൈമിൽ 2 ജീവികൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പരിണാമം അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് മനുഷ്യനുണ്ടാകുമ്പോൾ കുരങ്ങൻ ഉണ്ടാവാൻ പാടില്ലല്ലോ എന്നുള്ളതാണ്. അത് ഒരർത്ഥത്തിൽ വളരെ ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരേ സമയത്ത് ഈ പറഞ്ഞ 2 ജീവികളും ഒട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല ശരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ എക്സാമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഏതായാലും പോക്കർ മാഷ് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട്, ബുക്കിനെ പരിചയപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഈ ഒരു ഗ്രന്ഥം ഒരു റഫറൻസ് ഗ്രന്ഥം തന്നെയാണ്. പലപ്പോഴായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഒരു 1 point ഓഫ് റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു നമ്മുടെ ശാസ്ത്രലോകത്തിനും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ പല സിദ്ധാന്തങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു വലിയ ഒരു മുതൽക്കൂട്ടാണ് ഈ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ. അപ്പൊ ഞാനൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങൾക്കും ഇതിനകത്ത് ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി നാസർ ഡോക്ടർ പറഞ്ഞതുമാതിരി ഒരു പക്ഷേ അത് അടുത്ത 2ാം ഭാഗത്തിലും 3ാം ഭാഗത്തിലും അത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഏതായാലും വളരെ ഇത്രയധികം സമയം ഈ കാര്യത്തിൽ ഇതിലേക്ക് ചെലവഴിച്ച് ഒരു ജീവിതത്തിലെ ഒരു നല്ല ഭാഗം ചെലവഴിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഈ ഗ്രന്ഥം ഉരുത്തിരിഞ്ഞ് വന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഇത് സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷവും നന്ദിയും ഉണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.